യെസ്, ചിക്കൻ ഞാനിവിടെ കട്ട് ചെയ്ത് കുറച്ച് ലോങ് പീസായിട്ട്, ഒത്തിരി ലോങ് അല്ല, എന്നാലും ചെറിയ ലോങ് പീസായിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ പൊടികളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെങ്കിൽ നമ്മുടെ യൂഷ്വൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കുരുമുളക് ക്രഷ് ചെയ്താണ്, അത്രയ്ക്ക് ഫൈനായിട്ട് പൊടിച്ചതല്ല, ഞാൻ തന്നെ ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നല്ലൊരു സ്മെല്ലും എല്ലാം കിട്ടും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒറിഗാനോ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ല മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. യെസ്, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് എണ്ണ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാൻ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഞാനിപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ ചെയ്തെടുക്കുന്നതാണ്. ബട്ടറാണ് കുറച്ചുകൂടി നല്ലത്. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. യെസ്, ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ഒരു ട്രിപ്പും കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. യെസ്, ഞാൻ ചിക്കൻ ഇവിടെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് പാനിലേക്ക് തന്നെ ഞാനിവിടെ ഓണിയൻ, അതുപോലെ ക്യാരറ്റ് ഒരു പകുതി ക്യാപ്സിക്കം, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആ പാനിലേക്ക് ഞാൻ ഇട്ടിട്ട് ഞാനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് എണ്ണ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല. ഇപ്പം നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇതിനുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. അതിലേക്ക് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും അതുപോലെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, ഇവിടെ ഓണിയനും ക്യാപ്സിക്കും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ സോസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. യെസ്, അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. യെസ്, നമ്മുടെ ചിക്കൻ ബൺ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. യെസ്, ഇറ്റ്സ് ലുക്ക് സോ യമ്മി. യെസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ബൺ സാൻഡ്വിച്ചിന് ഞാൻ ബണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൺ സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കിതിൽ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. യെസ്, ഞാനിപ്പോൾ ബണ്ണ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് നമ്മൾ ഷവർമയിലൊക്കെ ഇടുന്ന പോലെ അത്ര ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് 2 സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച്. യെസ്, ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ മസാല നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. യെസ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഫില്ലായിട്ട് നമ്മളൊരു സൈഡിൽ വെച്ച് കൊടുക്കും.
വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം കുറച്ച് ഇത് ഇട്ട് കൊടുക്കാം, മയണൈസ്. പക്ഷേ ഓൾറെഡി നമ്മളിപ്പുറത്തെ സൈഡിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. യെസ്, അങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. യെസ്, നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. യെസ്, ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ജ്യൂസി ആയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള ചിക്കൻ ബൺ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്.